إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. സൂറത്തുൽ ബഖറ അതിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ആയത്തുകൾ 285 286 ആമന വിശ്വസിച്ചു, റസൂൽ ദൂതൻ, ബിമാ ഉൻസില ഇറക്കപ്പെട്ടതിൽ, ഇലൈഹി അദ്ദേഹത്തിന്, മിർ റബ്ബിഹി തന്റെ നാഥനിൽ നിന്നും, വൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളും, കുല്ലുൻ എല്ലാവരും, ആമന വിശ്വസിച്ചു, ബില്ലാ അല്ലാഹുവിൽ, വമലായികതിഹി അവന്റെ മലക്കുകളിൽ, വകുതുബിഹി അവന്റെ കിതാബുകളിൽ, വറുസുലിഹി അവന്റെ റസൂൽമാരിൽ, ലാ നുഫർരിഖു ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല, ബൈന അഹദിൻ ഒരാൾക്കിടയിലും, മിർ റസുലി അവന്റെ റസൂലുമാരി, വഖാലു അവര് പ്രാർത്ഥിക്കുന്നു, സമിഅനാ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വതഅനാ ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു, ഗുഫ്രാനക് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ, റബ്ബന ഞങ്ങളുടെ നാഥ, വ ഇലൈക നിന്നിലേക്കാണ്, അൽ മസീർ ഞങ്ങളുടെ മടക്കം. ലാ യുകല്ലിഫു നിർബന്ധിക്കുന്നില്ല, അല്ലാഹു നഫ്സൻ ഒരാളെയും, ഇല്ലാ വുസ്അഹാ അതിന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ, ലഹാ അവർക്കുള്ളതാണ്, മാ കസബത് അവർ സമ്പാദിച്ചതിന്റെ സൽഫലങ്ങൾ, വഅലൈഹാ അവരുടെ മേൽ തന്നെയാണ്, മക്തസബത് അവർ സമ്പാദിച്ചതിന്റെ ദുഷ്ഫലങ്ങൾ. റബ്ബന ഞങ്ങളുടെ നാഥ, ലാ തുആഖിദ്ന ഞങ്ങളെ പിടികൂടരുതേ, ഇൻ നസീന നസിയ മറന്നു, ഇൻ നസീന ഞങ്ങൾ മറന്നാൽ, ഔ അഖ്തഅന അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഴിച്ചുപോയാൽ, റബ്ബന ഞങ്ങളുടെ നാഥ, വലാ തഹ്മിൽ അലൈന ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ,
ഇസ്റൻ ഭാരം കമാ ഹമൽതഹു നീ വഹിപ്പിച്ചതുപോലെ അലല്ലദീന മിൻ ഖബലിനാ ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ. റബ്ബന ഞങ്ങളുടെ നാഥ വലാ തുഹമ്മിൽനാ നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ മാ ലാ ത്വാഖത ലനാ ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ബിഹി അതിന്. വഅഫു അന്നാ ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമേ. വഗ്ഫിർ ലനാ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വർഹംനാ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. അൻത മൗലാന നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. ഫൻസുർന ഞങ്ങളെ നീ സഹായിക്കണമേ. അലൽ ഖൗമിൽ കാഫിരീൻ കാഫിറുകളുടെ നിഷേധികളുടെ മേൽ അല്ലെങ്കിൽ നിഷേധികൾക്കെതിരെ. ഇതാണ് ഈ അധ്യായത്തിന്റെ സമാപനം. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. അവിടെ നിന്നാണ് തുടങ്ങിയത്, ഇവിടെയാണ് തീരുന്നത്. അവസാനം പ്രാർത്ഥനയോട് കൂടിയിട്ട് തീർന്നു. പണ്ട് കാലത്തൊക്കെ ഒരാൾ ഒരു ഡിഗ്രി നേടി എന്നൊക്കെ പറയും പോലെ തന്നെയായിരുന്നു അൽബക്കറ പഠിച്ചു എന്ന് പറയാം. അൽബക്കറ പഠിച്ച ആളാണ്, അൽബക്കറ ഓതിയ ആളാണ് എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങളിപ്പോ ചില്ലറ ആൾക്കാരൊന്നല്ല, നിങ്ങൾ അൽബക്കറ ഓതിയ ആൾക്കാരാണ്. 286 ആയത്തുകൾ. എത്ര ദിവസങ്ങളാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ആർക്കെങ്കിലും അറിയോ? ഇത് തുടങ്ങിയിട്ട് എത്രയായെന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മളെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ അതിന്റെ ശേഷം വന്നതാ, ആദ്യമൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ പ്രസിദ്ധീകരിച്ച ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഡേറ്റ് എഴുതണം. ഏത് കൊല്ലം? 22. മാഷാ അല്ലാഹു ഇത്രയും കാലം ഉള്ള നമ്മളെ പരിശ്രമം സ്വീകരിക്കുമാറാണ്. ഈ 2 അപ്പൊ ഈ പാഠം മാറ്റുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ശരിക്കും. അപ്പോ അതൊക്കെ നിങ്ങൾ പരിഗണിക്കണത് നല്ലതാണ്. എന്തെങ്കിലും ഒരു വെറും ഇതായി പോണ്ട, ഒരു ഉണങ്ങിയ മയിലായി പോണ്ട കേട്ടോ. അപ്പോ ഈ 2 ആയത്തുകൾ വളരെയേറെ ശ്രേഷ്ഠതകളുള്ള 2 ആയത്തുകൾ. ഇതിനെക്കുറിച്ച് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. എല്ലാം നമ്മൾ ഉദ്ധരിക്കുന്നില്ല. ഒന്ന് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അൽ-ബഖറയിലെ അവസാന 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവർക്കത് മതി. ബ്രാക്കറ്റിൽ ഇഹബര വിജയത്തിന്. അപ്പൊ ഒരു രാത്രിയില് ഈ 2 ആയത്തുകൾ, അൽ-ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് എന്ന് പറഞ്ഞാൽ ആമന റസൂൽ നമ്മൾ പൊതുവിൽ പറയുന്നത്, ആ 2 ആയത്തുകൾ ആരെങ്കിലും പാരായണം ചെയ്താൽ അവർക്കത് മതിയായതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത മനസ്സിലാവും. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, അള്ളാഹുവിന്റെ അർശിന് താഴെ നിന്ന് എനിക്ക് നൽകപ്പെട്ട പ്രത്യേകമായ ഒരു നിധിയാണ് ഈ 2 ആയത്തുകൾ. വേറെയും ഒരുപാട് നിവേദനങ്ങളുണ്ട്, വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. വിശദമായ പഠനം നിങ്ങൾ വേറെ നടത്തുക. ഇതൊരു സൂചനയാണ്. അപ്പോ ആയത്തുൽ കുർസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആമന റസൂലിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. എന്തുകൊണ്ടത് അങ്ങനെ ആയി എന്നതിനെ സംബന്ധിച്ച് നമുക്കിത് പഠിച്ചാൽ മനസ്സിലാവും. ഇത് ശ്രേഷ്ഠതയുള്ളത് തന്നെയാണ്. ഇഹബര വിജയത്തിന് മതിയായതാണിത് എന്നത് ഇതിന്റെ ആശയം മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യമാവും. ആദ്യം തന്നെ പറയാണ്, അപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സമാപനത്തിന്റെ ആമുഖമാണ് എന്ന് പറഞ്ഞിരുന്നു. ലില്ലാഹി മാഫി സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാഫി അൻഫുസികും
ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് ഫയഗ്ഫിർ ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റെതാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും അതല്ല മറച്ചു വെച്ചാലും അള്ളാഹു അതിന്റെ പേരിൽ നിങ്ങളെ വിചാരണ ചെയ്യും. അങ്ങനെ അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ മാപ്പ് നൽകും, അവൻ ഇച്ഛിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. ആമന റസൂൽ. അർ റസൂൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഒരു റസൂൽ, ഇപ്പൊ പറയപ്പെട്ട പരാമർശിക്കപ്പെടുന്ന ഒരു റസൂൽ, ഏതോ ഒരു റസൂലല്ല. അർ റസൂൽ. അർ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാത്തമുൻ നബിയ്യീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമന റസൂൽ. റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ആമന റസൂൽ. റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില. ഇറക്കപ്പെട്ടതിൽ. അൻസല ഇറക്കി, ഉൻസില ഇറക്കപ്പെട്ടു. ഇലൈഹി അദ്ദേഹത്തിന്, മിർ റബ്ബിഹി തന്റെ നാഥനിൽ നിന്ന്. തന്റെ നാഥനിൽ നിന്ന് ഇറക്കപ്പെട്ടതിൽ ആദ്യമായി വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഇത് പറയുന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ അങ്ങ് നീങ്ങുകയാണ്. എന്താണ്? പറയുന്നവൻ പറയുന്ന ആളും കേൾക്കുന്നവർ കേൾക്കുന്ന ആളും എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ഇവിടെ അങ്ങനല്ല. പറയുന്ന ആള് തന്നെയാണ് ആദ്യമായിട്ട് അത് പ്രവർത്തിക്കുന്ന ആള്. അപ്പൊ സാധാരണ ഭൗതികമായ ഒരു നേതൃ അനുയായി ബന്ധമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും തമ്മിലുള്ളത്. ഇതൊന്നും പെൻക്ക് ബാധകമല്ല, നിങ്ങൾ നന്നായിക്കോളി എന്ന ഒരു സ്വഭാവത്തിലല്ല. ആദ്യം തന്നെ ഇത് അപ്പാടെ സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഇതിൽ ആദ്യമായി വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. നമുക്കറിയാം, നമ്മളുടെയൊക്കെ നാട്ടില്, നമ്മുടെ സമുദായത്തിനകത്ത് പലരും പല വലിയകളെയും വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരും അല്ലെ, അവരോട് വല്ലാതെ ആദരവ് പുലർത്തുന്നവരും ഒക്കെയാണ്. തരക്കേടൊന്നുമില്ല. പക്ഷെ ആ വലിയകൾ ശർഈയായ നിയമങ്ങളൊന്നും പാലിച്ചവരായിരിക്കുകയില്ല. പലപ്പോഴും നിസ്കരിച്ചോലായിരിക്കൂല അല്ലെ, റമദാൻ മാസത്തെ തന്നെ ചായ കുടിച്ചോലായിരിക്കും, അല്ലെങ്കിൽ മര്യാദക്ക് വസ്ത്രം ധരിച്ചവരായിരിക്കില്ല. അപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അവരൊക്കെ മജ്ദൂബ് എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ജദ്ബിന്റെ ഹാലാണ്. അവർക്ക് ഈ ദുനിയാവുമായിട്ട് ബന്ധമൊന്നുമില്ല. അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള ചിന്തയല്ല അവർക്കുള്ളത്. അവർക്ക് എന്താണ്, ഇത്തരം സംഗതികളൊന്നും ഇല്ല. അപ്പോ അവരിൽ പ്രത്യേകമായ ഒരു പദവിയിലാണ് ഉള്ളത്. ഒരാളെ കുറിച്ച് പറഞ്ഞെന്താന്ന് വെച്ചാൽ, അയാൾ റമദാനിൽ ചായ കുടിക്കും. പകല്, റമദാന്റെ പകല് ചായ കുടിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കും അത് ചായയാണ്. നിങ്ങൾ കൊടുത്തതും ചായ ആയിരിക്കും. പക്ഷെ അദ്ദേഹം ചായ വായയിലേക്ക് വെക്കുന്നതോടുകൂടി അത് ദ്രാവകാവസ്ഥയിൽ നിന്ന് മാറി വേറെ ഒരവസ്ഥയിൽ ആയിട്ടാണ് ഇറങ്ങുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട്. അപ്പോ റമദാനിൽ പകല് വായയിൽ വെള്ളമാക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. വെള്ളം ഇറക്കുന്നതിനാണ് കുഴപ്പം. അത് നമുക്ക് തോന്നുകയാണ് വെള്ളമാണ് ഇറങ്ങുന്നത് എന്ന്. യഥാർത്ഥത്തില് അതൊരു പുകയാണ് ഇറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കറാമത്താണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ചായ കുടിക്കുകയാണെങ്കിലും അദ്ദേഹം എന്തല്ല, ചായ അല്ല കുടിക്കുന്നത് എന്നൊക്കെ ആരാധകർ പറയുന്നതും പ്രസംഗിക്കുന്നതും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടും. കറാമത്തെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും.
ഇഷ്ടംപോലെ അത്തരം പോരിശകൾ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പാലിക്കേണ്ടത് നിർബന്ധമായ ശറഈയായ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. കാരണം അവരാരാണ്? വലിയ ആളുകളാണ്. അപ്പൊ നമുക്ക് ബാധകമായ എല്ലാ നിയമങ്ങളും അവർക്ക് ബാധകമല്ല. അവർ അള്ളാഹുമായി ഏറ്റവും അടുത്ത ആൾക്കാരാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ അള്ളാഹുവിനോട് അടുത്ത ഒരാൾ വേറെ ഇല്ല. ആ റസൂലിനെ കുറിച്ച് അള്ളാഹു പറയാണ്, ഈ ഇറക്കപ്പെട്ട ഈ നിയമങ്ങൾ ഉണ്ടല്ലോ, ഈ നിയമത്തിലാണല്ലോ കുത്തിബ അലൈക്കുമുസ് സിയാം എന്നൊക്കെ പറയണത്, ഇതിലാണല്ലോ അഖീമുസ് സ്വലാ എന്ന് പറയുന്നത്, ഇതിലാണല്ലോ ആത്തു സക്ക എന്ന് പറയുന്നത്, ഇതിലാണല്ലോ ഹജ്ജിന് പോകണം എന്ന് പറയുന്നത്, ഇതിലാണല്ലോ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്ന് പറയുന്നത്, ഇതിലാണല്ലോ ജിഹാദ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധ ഖുർആൻ ഈ ഇറക്കപ്പെട്ട അതിന്റെ ഒന്നാമത്തെ വക്താവും അതിന്റെ പ്രയോക്താവും ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധകമാകാത്ത എന്തോ കാര്യങ്ങൾ മറ്റുള്ളവരോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ ആദ്യം ബാധകമാകുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അപ്പൊ നബി തന്നെയാണ് ഒന്നാമതായി ഇതിൽ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി ഉണ്ടാക്കി പറയുന്നതല്ല, ഇത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഇറക്കപ്പെട്ടത് ഒന്നാമതായി പാലിക്കുന്നവനും ആരാണ്? രാത്രി നിന്ന് നമസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കുന്നത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് നബിയെ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കാലിലൊക്കെ നീര് വരുന്ന അത്രയും നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. എല്ലാ പാപങ്ങളും പുറത്ത് തന്നതല്ലേ. അഫല അകൂന അബ്ദൻ ശുക്കൂറ യാ ആയിഷ. അല്ല ആയിഷ, എനിക്ക് നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ? ഞാൻ റസൂലാണ്, എനിക്ക് അള്ളെല്ലാം പുറത്തു തന്നതാണ്, എനിക്ക് ഇത്രയൊക്കെ മതി, നിങ്ങൾ നിസ്കരിച്ചോളി എന്നതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഞാൻ അള്ളാഹുവിൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുക, നിങ്ങൾ പോയി യുദ്ധം ചെയ്തോളി എന്നല്ല. ഞാനിവിടെ ഇരിക്കുക, നിങ്ങൾ ഹിജറ ചെയ്തോളി എന്നല്ല. ഞാനിവിടെ ഇരിക്കുക, നിങ്ങൾ പോയി സേവനം ചെയ്തോളി എന്നല്ല. മദീനയിൽ നിന്ന് ഒരിക്കലും ഒരു വലിയ ശബ്ദം കേൾക്കുകയുണ്ടായി. നട്ടപ്പാതിര നേരത്ത് ആളുകൾ ഞെട്ടി എണീറ്റ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് നിന്നത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് വരുന്നു, അതൊക്കെ പരിഹരിച്ചു, നിങ്ങൾ പോയി കിടന്നോളി എന്നാണ്. മറ്റോര് എണീക്കാൻ ആലോചിക്കുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് ചെന്ന് പ്രശ്നത്തിൽ ഇടപെട്ടു. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നം നടക്കട്ടെ, നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിട്ടോ എന്ന് പറയല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞല്ലോ, എന്താണ്? അവ്വല മുസ്ലിം അല്ലേ, ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്. അപ്പൊ എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇനി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊക്കെ പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കാണ് അവ്വൽ മുസ്ലിം, ഞാൻ ഒന്നാമത്തെ മുസ്ലിമാണ്. അപ്പൊ ഈ ഒന്നാമനാണ് ഞാൻ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ അമ്പിയാക്കളും പറഞ്ഞ കാര്യമാണ്. അപ്പൊ ജനങ്ങളോട് കൽപ്പിക്കുന്ന നന്മകളിൽ, ജനങ്ങളോട് കൽപ്പിക്കുന്ന സൽപ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനത്താരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പറഞ്ഞത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിലും ഏറ്റവും ആദ്യം ഈ ഇറക്കപ്പെട്ട ഖുർആനിൽ കിതാബിൽ വിശ്വസിക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും ഈ നബിയിലൂടെ തന്നെ ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി.
അദ്ദേഹത്തിന്റെ നാഥനിൽ നിന്ന് ഇറക്കപ്പെട്ടതിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചു. വൽ മുഅ്മിനൂൻ, അദ്ദേഹം മാത്രമല്ല മുഅ്മിനീങ്ങൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ആരുമുണ്ട്? സത്യവിശ്വാസികളുണ്ട്. അപ്പൊ നബിക്ക് ബാധകമായ ഈ നിയമങ്ങളൊക്കെ ആർക്കുള്ള നിയമങ്ങളാണ്? മുഅ്മിനീങ്ങൾക്കൊക്കെ ഉള്ള നിയമങ്ങളാണ്. അപ്പൊ ശർഈയായ ഇത്തരം കാര്യങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഅ്മിനീങ്ങളും ഒക്കെ എന്താണ്? ഭാഗവാക്കാണ്. പിന്നെയും മുഅ്മിനീങ്ങൾക്ക് പൊതുവിലുള്ള എല്ലാ വിശ്വാസികൾക്കും ബാധകമായതിനേക്കാൾ അല്പം കൂടുതൽ കർക്കശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് നിയമം ബാധകമായിട്ടുണ്ട്. ചില നിയമങ്ങൾ ഇപ്പൊ രാത്രി നമസ്കാരത്തെ കുറിച്ച് തന്നെ പറയുന്നു, നമ്മളെപ്പോലല്ല നബിസ്വല്ലല്ലാഹു രാത്രി നിസ്കാരം നിർബന്ധമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ കുറവല്ല, നമ്മളെക്കാൾ കൂടുതലാണ് ആ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അത് നബി എന്നുള്ള നിലക്ക് പ്രത്യേകമായി ഉള്ള കാര്യമാണ്. കുല്ലുൻ, എല്ലാവരും, ആമന ബില്ല, അന്ന് എന്തിലൊക്കെയാണ് വിശ്വസിക്കുന്നത്? കുല്ലുൻ ആമന, എല്ലാവരും വിശ്വസിച്ചു. ബില്ല, അള്ളാഹുവിൽ, അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പൊ ഇവിടെ 2 പ്രാവശ്യം ആമന പറയാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചു. വ മലായികതിഹി, അവന്റെ മലക്കുകളിലും, വ കുതുബിഹി, കുതുബ് എന്ന് പറഞ്ഞാൽ കിതാബിന്റെ ജംആണ്, കിതാബുകൾ. അപ്പൊ ഖുർആനിൽ മാത്രമല്ല മുഅ്മിനീങ്ങളും റസൂലും വിശ്വസിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നത് അള്ളാഹുവിലും മലക്കുകളിലും ഖുർആനിലും. അങ്ങനല്ല, അള്ളാഹുവിലും മലക്കുകളിലും കിതാബുകളിലും വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഇറക്കപ്പെട്ടതായ തൗറാത്ത്, ഇൻജീൽ, സബൂർ പോലെയുള്ള, പിന്നെ നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ കിതാബുകളും നിയമങ്ങളും കതബ എന്ന് പറഞ്ഞാൽ നിയമമാക്കി. നമ്മള് അൽ-കഹ്ഫ് പഠിച്ചിട്ടുണ്ട്. കതബ നിയമമാക്കി. കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു, അല്ലെ? എഴുതിയിരിക്കുന്നു. എഴുതെന്താണ്? നിയമമായതാ, വെറുതെ എഴുതല്ല. കാര്യങ്ങളൊക്കെ സംസാരിച്ച് വ്യവസ്ഥയായി അവസാനം എഴുതുക. അപ്പോ അങ്ങനെ നിയമമാക്കപ്പെട്ട എല്ലാ നിയമങ്ങളും, എല്ലാ കിതാബുകളും അള്ളാഹുവിൽ വിശ്വസിച്ചു, മലക്കുകളിൽ വിശ്വസിച്ചു, വ കുതുബിഹി, അവന്റെ കിതാബുകളിലും വിശ്വസിച്ചു, വ റസൂലിഹി. നേരത്തെ പറഞ്ഞത് ആമന റസൂൽ, അർ റസൂൽ എന്നാണ്. ഇവിടെ പറയുന്നത് വ റസൂലി എന്ന് പറഞ്ഞാൽ എല്ലാ ദൂതന്മാരിലും, റസൂൽ എന്നതിന്റെ ജംആണ് റുസുൽ. എല്ലാ ദൂതന്മാരിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, മലക്കുകളിൽ വിശ്വസിക്കുന്നു, കിതാബുകളിൽ വിശ്വസിക്കുന്നു, അവന്റെ എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കുന്നു. എന്തേ പരലോകം പറയുന്നത്? ഈ വിശ്വാസത്തിന്റെ എല്ലാം നാരായ വേര് പരലോകാണ്. പരലോകത്തിൽ പ്രചോദിതമാണ് ഇതെല്ലാം. ഈ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഹാജരാകുന്നതും പരലോകത്ത് രക്ഷാശിക്ഷകൾ ഉണ്ടാകുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം പറയണ്ട. പിന്നെ തൊട്ടു മുമ്പത്തെ ആയത്തിൽ കാര്യമായി തന്നെ പരലോകം പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും പരസ്യമാക്കി വെച്ചാലും ഒക്കെ അള്ളാഹുവിന്റെയും അത് നിങ്ങളെ വിചാരണ ചെയ്യും എന്നാണ്. അറിയുന്നു മാത്രമല്ല, വിചാരണ ചെയ്യും. അപ്പൊ അവിടെ യുഹാസിബുക്കുമില്ല, അള്ളാഹു വിചാരണ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ അത് വളരെ വ്യക്തമായി പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും അതുണ്ട്.
ഇനി എന്താണ് വിശ്വാസികളുടെ നിലപാട്? ലാ നുഫരിഖു, യാതൊരു തരത്തിലുള്ള ഫിർഖത്തും ഇല്ല, കക്ഷിത്വവുമില്ല, ഒരു തരത്തിലുള്ള വിവേചനവുമില്ല. ലാ നുഫരിഖു, ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ബൈന അഹദിൻ മിർ റുസുലി, അവന്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും വിവേചനം ഇല്ല. ആദം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഇങ്ങനെ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു നബി, ആ നബി അടക്കട്ടെ, നമുക്ക് മറ്റേ നബി, അങ്ങനെ ഇല്ല. നഊദുബില്ല, അങ്ങനെ പറയാനും ചിന്തിക്കാനും ഒന്നും പാടില്ല. എല്ലാ നബിമാരിലും നമ്മൾ വിശ്വസിക്കും. അപ്പൊ ക്രൈസ്തവരും യഹൂദികളും ഒക്കെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലരെ വിശ്വസിക്കുകയും ചിലരെ തള്ളിക്കളയുകയും ചെയ്യും. ചിലർ ഉത്തമന്മാരാണെന്നും വേറെ ചിലർ അത്ര പോരാ എന്നും അവർ കരുതി. പല പ്രവാചകന്മാരുടെ പേരിലും അവർ വ്യാജമായ കഥകൾ, അവരെ അപമാനിക്കും വിധമുള്ള, ആക്ഷേപിക്കും വിധമുള്ള പലതരം കഥകളും കെട്ടിച്ചമച്ചുണ്ടാക്കി. എല്ലാറ്റിനും ശേഷം ഒടുവിൽ അവസാനത്തെ ദൂതരായിട്ട് വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിച്ചതേയില്ല. പക്ഷെ വിശ്വാസികളായ നമ്മുടെ ഒരു നിലപാട്, അവര് നമ്മുടെ നബിയെ വിശ്വസിച്ചോ സ്വീകരിച്ചോ എന്ന് നോക്കിയിട്ട് ആ കാലത്തെ നബിമാരെ തള്ളുക എന്നത് നമ്മുടെ ശീലമല്ല. ഒരിങ്ങോട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലൊക്കെ നമുക്ക് അവർക്കിടയിൽ ഒരു വിവേചനവും ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അതിനെ പൈശാചികവൽക്കരിച്ച് അവർ കാർട്ടൂൺ വരയ്ക്കുന്നു. തലയിൽ ബോംബ് വെച്ച് പറക്കുന്ന ഒരു ചെകുത്താൻ എന്ന നിലയിൽ അവർ കാർട്ടൂൺ വരയ്ക്കുന്നു. ഈ വരച്ചതൊരു ക്രൈസ്തവനാണ് എന്നതുകൊണ്ട് എന്നാ പിന്നെ യേശുവിനെ ആ അർത്ഥത്തിൽ ഒരു വര നമ്മളും അങ്ങോട്ട് വരയ്ക്കട്ടെ, അങ്ങനില്ല. കാരണം അവർ യേശു എന്ന് പറയുന്നത് ഈസ ബിൻ മറിയം അലൈഹിസ്സലാം, അല്ലെ? ഈസ അലൈഹിസ്സലാം നമ്മുടെ കൂടി റസൂലാണ്. അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപിക്കാനൊന്നും പോകില്ല. പക്ഷെ നമുക്ക് അങ്ങനില്ല. ഏതെങ്കിലും ഒരു ദൂതർ, മൂസാ നബിനെയാണ് ജൂതന്മാര് കാര്യമായിട്ട് കാണുന്നത്. എന്നാ പിന്നെ നമ്മള് അങ്ങനെ കാര്യമായിട്ടില്ല എന്നില്ല. നമുക്കെല്ലാ റസൂലും എല്ലാ നബിമാരും, നമുക്ക് അവർക്കിടയിൽ യാതൊരു വിവേചനമോ ഒരു പോരായികയോ ഒന്നും നമ്മൾ കാണുന്നില്ല. എല്ലാ നബിമാരും ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി, അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല എന്നതാണ് മുഅ്മിനീങ്ങൾ എന്ന നിലയിൽ നമ്മുടെ നിലപാട്. വഖാലു, അവർ പ്രാർത്ഥിക്കുന്നു, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅതഅനാ, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. സമിഅനാ വഅസൈനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു പലരുടെയും നിലപാട്. സംഗതി നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ട്, പക്ഷെ തൽക്കാലം ഇപ്പോ അത് സ്വീകരിക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല എന്നതാണ് സമിഅനാ വഅസൈനാ, ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പറഞ്ഞതൊക്കെ കേൾക്കും, അവസാനം വരെ കേട്ടിരുന്ന് നമ്മളനുസരിക്കൂല, നമ്മളത് ചെയ്യൂല, കാരണം നമ്മക്കത് ശീലമല്ല, നമ്മൾ പണ്ട് മുതലേ അങ്ങനെയല്ല കേട്ടത് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ട്, പക്ഷെ നമ്മൾക്കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയില്ല. അതിപ്പോ ഇപ്പൊ നമ്മളിതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പണയത്തെ കുറിച്ചാണ്. സംഗതി നിങ്ങൾ പറഞ്ഞൊക്കെ തരക്കേടില്ല, ഖുർആൻ ക്ലാസ്സിൽ പറയാം, അല്ലെ? പണയ വസ്തു ഉപയോഗിക്കരുത്, ഉപയോഗിക്കാണ് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അത് പലിശയാവും, പറയുന്നൊന്നും തരക്കേടില്ല. പക്ഷെ ഞങ്ങൾ എന്നാലും എന്ത് ചെയ്യും? നിങ്ങളെ പറ്റിയല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് കേട്ടു. നമ്മൾ തമ്മിലുള്ള ഒരു ടേംസ് അങ്ങനെയാണല്ലോ. നമ്മൾ നിങ്ങളെ പറ്റി വളരെ ക്ലിയർ ആണ്. അപ്പോ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഒക്കെ മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് അനുസരിക്കാൻ ഇപ്പോൾ തൽക്കാലം സൗകര്യമില്ല.
അതെ പറഞ്ഞു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരും പറഞ്ഞു, മുൻഗാമികൾ പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വേദവിശ്വാസികൾ എന്ന് അവകാശപ്പെട്ട പലരും വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ സർക്കാരപ്പയിലില്ല, കാരണം ഞങ്ങളെ കിതാബിലുള്ളത് ഞങ്ങൾ അനുസരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പണ്ട് പഠിച്ചത് ഞങ്ങൾ ചെയ്യൂ, ഞങ്ങളുടെ നേതാക്കന്മാരും കാരണവന്മാരും പറയുന്നത് ഞങ്ങൾ കേൾക്കൂ, സമീന ഞങ്ങൾ നീ പറയുന്നതൊക്കെ കേട്ടു, അതെന്നെ വലിയൊരു കാര്യമില്ലേ എന്നുള്ളതാണ്. ഉണ്ടല്ലോ, ശരിയാണത്. എന്ത് ശരിയാണെന്ന് കേട്ടിരുന്നു, കേൾക്കുകയും കൂടി ചെയ്യാത്തവരില്ലേ. പക്ഷെ കേട്ടാൽ മാത്രം പോരാ. വിശ്വാസികളുടെ നിലപാട് അൽ-ബഖറിന്റെ അവസാനാണ്. അൽ-ബഖറയിൽ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് നിയമങ്ങൾ. നോമ്പ് വന്നു, നിസ്കാരം വന്നു, ഹജ്ജ് വന്നു, സകാത്ത് വന്നു, പൂർവികരായ ആളുകളുടെ ചരിത്രങ്ങൾ കടന്നു വന്നു, ഒരുപാട് സംഗതികൾ വന്നു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനമാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ കേട്ടിരിക്കുന്നു. 2022 ജൂലൈ 31 മുതൽ അൽ-ബഖറ ഞങ്ങൾ കേട്ടു. ഇനി എന്ത്? അത്തഴന എന്നാണോ അസൈന എന്നാണോ? ഞങ്ങൾ ധിക്കരിക്കും, ഞങ്ങൾ ഒഴിവാക്കും, ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യൂല എന്നാണോ? അതല്ല ഞങ്ങൾ അനുസരിക്കുന്നു എന്നാണോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പോൾ സമീഅന വഅതഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഗുഫ്രാനക്. അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളും ധാരാളം കണക്കിന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ട് അത് ഞങ്ങൾ അനുസരിക്കുമ്പോ അതിലെന്തെങ്കിലുമൊക്കെ പോരായികളൊക്കെ ഒരു പക്ഷെ വന്നേക്കാം. പറഞ്ഞെടുത്ത് പോരായി ഉണ്ടാവും ചിലപ്പോ, കേട്ടെടുത്ത് പോരായി ഉണ്ടാവും ചിലപ്പോ, അല്ലെ? ചിലപ്പോ പിന്നെ ഒരു സംഗതി പറഞ്ഞ് അതിന്റെ തുടർച്ച അടുത്ത പ്രാവശ്യം പറയുന്ന അന്ന് വന്നിണ്ടാവില്ല. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ ശേഷം വന്നപ്പോ അതത്ര ക്ലിയർ ആയി ഉണ്ടാവൂല. അതല്ലെങ്കിൽ അന്നേരം വേറൊന്നൊരു വർത്താനത്തിലായിപ്പോയി. അങ്ങനെയൊക്കെ തകരാറുകളും പോരായികളും ഒക്കെ സംഭവിച്ചേക്കാം. ഗുഫ്രാനക്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ. ഗുഫ്രാനക്, നിന്റെ മാപ്പ്. റബ്ബന, ഞങ്ങളുടെ നാഥ. വ ഇലൈക്കൽ മസ്വീർ, നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്. തർക്കടില്ല. ഇതൊക്കെ കേട്ട് നമ്മൾ വേറെ വഴിക്കൊക്കെ പോവാണെങ്കിൽ ഇതല്ലല്ലോ. ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ അടുത്തേക്കല്ലേ വരേണ്ടത്. ഈ ഒരു വിചാരം ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യൻ നന്നായി. എന്താണ് ഈ ആയത്ത് ഓതിയാൽ അത് മതി എന്ന് പറയാൻ കാരണം? ഇതിലെല്ലാം ഉണ്ട്. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി ഒരു മനുഷ്യന്റെ സാമ്പത്തികവും സാംസ്കാരികവും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നന്നായി കിട്ടാൻ. ഈ ഒരു ഒറ്റ വാക്ക് മതി. ഇലൈക്കൽ മസ്വീർ, ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ്. നമ്മൾ പറയില്ലോ, അജി പോയിക്കോ, ഉടനെ വരുമല്ലോ, അല്ലെ? മക്കള് വീട്ടുകാരളിച്ചിട്ട് പോകുമ്പോ അജി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാനില്ലെങ്കിൽ പിന്നെ ഓര് വേറെ ഏതെങ്കിലും വഴിക്കങ്ങ് പോവായിരുന്നു. പക്ഷെ ഇങ്ങോട്ടല്ലേ വരേണ്ടത്. അപ്പൊ അള്ളാഹുവിലേക്കാണല്ലോ മടങ്ങി വരേണ്ടത്. അള്ളാഹുവിലേക്കാണല്ലോ, അള്ളാഹുവെ നിന്നിലേക്കാണല്ലോ ഞങ്ങളുടെ മടക്കം. അതുകൊണ്ട് ഞങ്ങള് സംഗതി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അനുസരിക്കാനും തയ്യാറാണ്. പക്ഷെ ഇങ്ങനൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകാമല്ലോ. ഗുഫ്രാനക്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം, പുറത്തു തരണം. ഞങ്ങൾ നിന്നിലേക്കാണ് മടങ്ങി വരിക എന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ലാ യുകല്ലിഫു, നിർബന്ധിക്കുന്നില്ല. തക്ലീഫ് എത്തുക എന്നാണ് നമ്മൾ സാധാരണ പറയുക. ശറഈയായ നിയമങ്ങൾ പാലിക്കാനുള്ള നിർബന്ധിതമായ അവസ്ഥയിൽ എത്തുന്നതിനെയാണ് തക്ലീഫ് എത്തുകയെന്ന് നമ്മൾ പറയാറുള്ളത്.
നോമ്പ് വെൽക്കാനുള്ള പ്രായം ആവുക, നിസ്കരിക്കാനുള്ള പ്രായമാവുക, ശറഅയിലെ എല്ലാ നിയമങ്ങളും പാലിക്കാനുള്ള പ്രായമാവുക. അങ്ങനെ പ്രായമാകാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും ഒരു നിർബന്ധമുള്ള കാര്യമല്ല, കുറ്റകരമായ കാര്യമല്ല. അത് അങ്ങനെയാണ്. ചില ആളുകൾ പ്രായം കൊണ്ട് കൂടിയിട്ടുണ്ടാവും, തക്ലീഫ് ഉണ്ടാവില്ല. അല്ല, അതായത് നിർബന്ധിക്കപ്പെടുക. അതായത് ചില ആളുകൾ പ്രായം കുറെ ആയിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാവില്ല. ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തില് നേരത്തെ പറഞ്ഞതൊക്കെ അതിൽ പെട്ടതാണ്. അവര് വസ്ത്രം ധരിക്കാത്തതിന് ചിലപ്പോ അവർക്ക് കുറ്റമൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ഈ ലോകം വിട്ടവരാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് മാനസികമായ പ്രാപ്തിയില്ല. അവര് മാനസിക രോഗം എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും ഭ്രാന്തായതാണ്. പക്ഷെ അതൊരു പോരിശപ്പെട്ട ഒരാളെ പറ്റി ഭ്രാന്ത് എന്ന് എങ്ങനെ പറയാ? കാരണം അയാള് വലിയ പണ്ഡിതനായിരുന്നു, അല്ലെങ്കിൽ വലിയ ആബിദായിരുന്നു, ആളുകൾക്കിടയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോ അയാൾക്ക് എന്തായി പോയി? അയാൾ രോഗിയായി. അപ്പൊ അയാൾക്ക് നോമ്പ് എന്താണ്, പെരുന്നാൾ എന്താണ്, ബാങ്ക് കൊടുക്കണ കേട്ടാ അതെന്താണെന്നൊന്നും അവൾക്ക് അറിഞ്ഞൂടാ. അവർക്ക് എന്തായി പോയിട്ടുണ്ട്? ലെവല് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്കാണ് മാറിയതെങ്കിൽ നമ്മൾ എന്ത് പറയും? മോന് ഭ്രാന്തായി പോയി എന്ന് പറയും. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ആളാവുമ്പോ നമ്മൾ അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മരിച്ചു എന്ന് പറയൂലേ? മരിച്ച എല്ലാരെയും പറ്റി നമ്മൾ മരിച്ചു എന്ന് പറയൂലല്ലോ, പറയോ? ചില ആളെ പറ്റി നമ്മൾ അന്തരിച്ചു എന്ന് പറയും, ചില ആളെ പറ്റി ദിവംഗതനായി എന്ന് പറയും, അല്ലെ? കാലയവനികക്കുള്ളിൽ മറഞ്ഞു. എന്താണ് ആ സംഗതി? മരിച്ചതാ, കാലം ചെയ്തു, തീപ്പെട്ടു. തീപ്പെട്ടി എന്നല്ല, തീപ്പെട്ടു. പിന്നെന്താ പറയാ? അങ്ങനെ കുറെ പറയും. ചത്തുപോയി എന്ന് പറയുന്നത് അതിലേറ്റവും താഴെയാണ്, അല്ലെ? ചത്തുപോല് നിര്യാതനായി എന്ന് പറയുന്നതിന്റെ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് ചത്തുപോയി എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വാക്കിനൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നണില്ല. കാരണം എന്താന്ന് വെച്ചാല് സത്തുപോയി എന്നാണ്. സത്ത് എന്ന് പറഞ്ഞാൽ സോൾ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ സത്ത്, ആത്മാവ്, റൂഹ്, അത് പോയി. സത്ത് പോയി എന്ന് പറഞ്ഞാൽ തമിഴന്മാരിപ്പോഴും അങ്ങനെ പറയാം, സത്ത് പോച്ച് എന്നാണ് പറയാം. സത്ത് പോച്ച് എന്ന് പറഞ്ഞാൽ സത്ത് പോയി. അത് മലയാളത്തിൽ വന്നപ്പോ എന്തായെന്ന് വെച്ചാൽ ചത്തു എന്ന്. അപ്പൊ ആ നിലക്ക് കുഴപ്പമില്ല. പക്ഷെ ഓന്റെ വാപ്പ ചത്തുപോയി എന്ന് പറഞ്ഞാൽ അത് സോൾ പോയി, ഇങ്ങനെ അങ്ങനൊന്നല്ല. പിന്നെ അന്നേരം തന്നെ തീരുമാനം അറിയും. അപ്പോ നമ്മൾ എങ്ങനെ അത്, ഭാഷ എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിക്കുന്നതിനനുസരിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം, നമ്മൾ ഇതുമായിട്ടുള്ള വിഷയം ഇപ്പൊ മരിച്ചുപോയെന്നുള്ള കഥ എന്താന്ന് വെച്ചാൽ ഓരോ വ്യക്തികളെയുമായി ബന്ധപ്പെട്ടാണ് നമ്മളത് പറയാ, അല്ലെ? അപ്പോ നമ്മൾ ചത്തുപോയി എന്ന് പറയുന്ന ഒരാളുണ്ടാവും ചിലപ്പോ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പൊതുജന മര്യാദ അനുസരിച്ച് ആരെക്കുറിച്ചും അങ്ങനെ പറയാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആരെക്കുറിച്ചും പറയരുത്. കാരണം നമുക്കത് അത്ര ഇഷ്ടമുള്ള ഒരു പ്രയോഗമല്ല. മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ പറയൽ, ഒരു നായ ചത്തു എന്ന് പറയുന്നത് പ്രശ്നമല്ല. മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് നമ്മുടേതായ ഒരു സമൂഹത്തിൽ, ഇനി ഒരു പക്ഷെ നാളെ പിറ്റേന്ന് ഇത് നല്ല വാക്കായി വരികയാണെങ്കിൽ അന്നേരം ഉപയോഗിച്ചോട്ടെ. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരാളെ കുറിച്ചും പറയരുത്. മരണപ്പെട്ടു, നിര്യാതനായി. ആനയാവുമ്പോ ചെരിഞ്ഞു എന്നാണ് പറയാം, അല്ലെ? ചെരിഞ്ഞു. അങ്ങനെ ഒക്കെ നമ്മൾ കുറച്ചും കൂടി ആദരപൂർവ്വമുള്ള ഒരാളെ കുറിച്ചാണ് പറയും വഫാത്തായി, അല്ലെ? അതൊരു അങ്ങനെ. അപ്പൊ വർത്താനത്തിൽ തന്നെ എന്തുണ്ട് സംഗതി?
ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു മനുഷ്യൻ അയാളുടെ എല്ലാ നിർബന്ധിത സാഹചര്യവും നീങ്ങി അയാൾ മാനസികമായി വേറെന്തോ ആയിപ്പോയി എന്നതാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഭ്രാന്തായി എന്നോ മാനസിക രോഗിയായി എന്നൊക്കെ പറയുന്നതിന് പകരം ആളുകൾ പറയുക പലപ്പോഴും അദ്ദേഹത്തിന് ജദുബിന്റെ ഹാലാണ്, മജ്ദൂബാണ് എന്നൊക്കെ പറയും. പോയി പോകും. ഇല്ല ഉയർത്തപ്പെടും. അതെ അതെ. അതിന് അവർക്ക് വ്യത്യസ്ത പടികളുണ്ട്. ആ പടികളിലാണ് അവരുടെ ഓരോ സംഗതികളും. അവര് ഹൈന്ദവ ദർശനത്തിൽ അങ്ങനെയാണ് അവര് കാണുന്നത്. ആ ദർശനം അതിൽ 18ാമത്തെ പടി എന്ന് പറയുന്നത് ശരിക്കും ശബരിമലയിലെ അയ്യപ്പ ദർശനം എന്നത് മാത്രമല്ല, മനുഷ്യന്റെ വ്യത്യസ്തമായ അവസ്ഥയാണ്. കുണ്ടലിനി ശക്തിയാണ് അതിന്റെ ഏറ്റവും താഴെയുള്ളത്. അവിടുന്ന് ഇങ്ങനെ പൊന്തി വരുന്ന സാഹചര്യത്തെയാണ് പറയാ. നമ്മളൊക്കെ താണാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് അവര് പറയാ. അവിടുന്ന് ഇങ്ങനെ കേറി പോയിട്ട് പിന്നീട് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന ഒരു സങ്കല്പക്കാണ് അവര് അതിനെക്കുറിച്ച് പറയുന്നത്. അതിൽ നിന്നുള്ള സ്വാധീനമായിരിക്കും മാഷ് പറഞ്ഞ പോലെ നമ്മുടെ ഇടയിലും എന്താകുന്നത്, ആള് വേറെ കിട്ടും. പിന്നെ അയാൾക്ക് ശരീരത്തൊന്നും ബാധകമല്ലാതെയുള്ള ഒരു സ്വഭാവത്തിൽ. പക്ഷെ അങ്ങനെ ഇല്ല. മാനസിക രോഗിയാണോ അയാൾക്ക് നിസ്കരിക്കൊന്നും വേണ്ട, അയാൾക്ക് കുറ്റം കിട്ടുമൊന്നുമില്ല. അയാൾ നോമ്പിന് ചായ കുടിച്ചാലും ചോറ് തിന്നാലും ബിരിയാണി കഴിച്ചാലും അയാൾക്ക്, കാരണം അയാൾക്ക് നിർബന്ധിതമായ എല്ലാ സംഗതികളും വിട്ടു. കാരണം അയാള് രോഗിയായി മാറി എന്നതാണ്. ഇവിടെ അള്ളാഹു പറയണത് എന്താന്ന് വെച്ചാൽ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, അള്ളാഹു ഒരു നഫ്സിനെയും നിർബന്ധിക്കുന്നില്ല ഇല്ലാ വുസ്അഹാ, അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാത്തത്. എന്തൊരു കാരുണ്യവാനായ റബ്ബാണ് നോക്ക്. നാവ് പിടിച്ചു വലിച്ച് അതിൽ തൃശൂലം തറച്ച്, അല്ലെ, തീ കനലുണ്ടാക്കി അതിൽ ചവിട്ടി കവിള് തുളച്ച് ഇങ്ങോട്ട് ഇട്ട്, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യാൻ. അത്താഴവും നോമ്പുതുറയും ഇല്ലാതെ നോമ്പ് അധികരിപ്പിച്ച് ഒക്കെ ചെയ്യുന്നവരുണ്ടായി ജൂതന്മാര്. ഒരു നോമ്പല്ല, നോമ്പ് നോറ്റാൽ കുറെ നോമ്പ് കഴിഞ്ഞിട്ടാ നോമ്പ് കൊടുക്കും. ഇങ്ങനെ അതേപോലെ തന്നെ കഠിനമായ തപസ്, സന്യാസം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഗതികൾ മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത്. മനുഷ്യന് ഭക്ഷണം വേണം, വെള്ളം വേണം, വസ്ത്രം വേണം എന്നൊക്കെ പോലെ തന്നെയാണ് മനുഷ്യന് ഇണകളായി ജീവിക്കണം. അവന്റെ ലൈംഗികത പോലും അതൊക്കെ ഒഴിവാക്കുക എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതത്തിൽ സാധ്യമല്ലാത്തതാണ് സാധാരണഗതിയിൽ. അള്ളാഹു അതൊന്നും നമ്മളോട് നിർബന്ധിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നിർബന്ധിക്കുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതുകൊണ്ട് നമ്മളും നിർബന്ധിക്കരുത്. അള്ളാഹു നിർബന്ധമാക്കാത്ത സംഗതികൾ നമ്മൾ എന്ത് ചെയ്യരുത്, നിർബന്ധിക്കരുത്. ഇത് പണ്ഡിതന്മാർക്കൊക്കെ വലിയ മുന്നറിയിപ്പ് നൽകുന്ന ഒരായത്ത് കൂടിയാണ്. മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഈ പുരോഹിതന്മാര് പണ്ട് ചെയ്ത പണി എന്താന്ന് വെച്ചാൽ, അവര് വിശ്വാസികൾക്കിടയിൽ ചങ്ങലക്കെട്ടുകൾ ഇങ്ങനെ ഇട്ടു എന്നല്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത്, നോക്കരുത്, കാണരുത്, പിടിക്കരുത്. അതിനെയാണ് അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാനാണ് പ്രവാചകൻ വന്നത്. അപ്പോ അള്ളാഹു നിർബന്ധമാക്കാത്തത് ജനങ്ങളുടെ നിർബന്ധാക്കുക, അള്ളാഹു അനുവദിച്ചതിനെ ഹറാമാക്കുക, ആസ്വാദനങ്ങളെ വേണ്ടെന്ന് വെക്കുക, അതൊക്കെ ഭയങ്കരമായ കടുപ്പമാണ്. അത്തരം കടുപ്പങ്ങൾ ചെയ്യരുത്. മനുഷ്യന് സാധ്യമല്ലാത്തത് അള്ളാഹു ഉണ്ടാക്കുന്നില്ല, കൽപ്പിക്കുന്നില്ല. ഇതിന് വേറൊരർത്ഥത്തിലും മനസ്സിലാക്കട്ടോ. അള്ളാഹു നമുക്ക് ഫർളാക്കിയതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. തിരിച്ചു ചിന്തിച്ചു നോക്ക് നിങ്ങള്. 5 വക്ത് നിസ്കാരം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നോമ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹജ്ജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ സിഫത്തൊക്കെ ഒത്തുവരണം. സ്വാലിഹായ അമലുകൾ ചെയ്യാൻ പറ്റുന്നതാണ്. ജിഹാദ് ചെയ്യാൻ പറ്റുന്നതാണ്. സദഖ ചെയ്യാൻ പറ്റുന്നതാണ്.
അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതിനനുസരിച്ചാണ് അള്ളാഹു നമ്മൾ എന്താക്കിയത്, സൃഷ്ടിച്ചത്. നിനക്ക് താങ്ങാനാവാത്തത് അള്ളാഹു നിന്റെ മേൽ ചുമത്തുകയില്ല. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒക്കെ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് താങ്ങാനാവുന്നതാണ് എന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് പിന്നെ നീ നിരാശപ്പെടരുത്, അതുകൊണ്ട് പിന്നെ നീ ആവലാതിപ്പെടരുത്, അത് നീ സ്വീകരിക്കണം. നിന്നെ അല്ലാഹു തആല കാര്യത്തിലെടുക്കുകയും നിന്നെ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് പലർക്കും നൽകാത്തത് നിനക്ക് തന്നത്. കാരണം നിനക്കാവുമ്പോ എന്ത് ചെയ്യാൻ പറ്റും, അത് താങ്ങാനാവും എന്ന്. അവിടെ നീ അതിൽ നിന്ന് പിറകോട്ട് പോകരുത്, പരാജയപ്പെടരുത്, അത് സ്വീകരിച്ചേക്കണം. ഇപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു നീ നിന്ന് നിസ്കരിക്കണം. ഫർദ് നിസ്കാരത്തിൽ നിൽക്കൽ വാജിബാണ്, നിന്ന് നിസ്കരിക്കണം. ഒരു പശുവിന് നിൽക്കാൻ കഴിയും. കുതിര നമ്മളെക്കാൾ പവറുള്ള ഒരു ജന്തുവാണ്, പക്ഷെ കുതിരക്ക് രണ്ട് കാലിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയൂലല്ലോ. നമ്മളിങ്ങനെ ആക്കിയാൽ ചിലപ്പോ ഇങ്ങനെ നിന്നപ്പോ തന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ. മനുഷ്യ, നിനക്ക് രണ്ട് കാലിൽ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് നീ കന്നുകാലികളെ പോലെ അല്ല ഇബാദത്ത് ചെയ്യേണ്ടത്, നിന്നിട്ട് എന്ത് ചെയ്യണം, നിസ്കരിക്കണം. പക്ഷെ പിന്നെ നിനക്ക് നിൽക്കാനുള്ള ആവത് പോണൊരു സമയം ഉണ്ടാവും. അസുഖം വന്നാൽ, കാലൊടിഞ്ഞാൽ, വാർദ്ധക്യത്തിന്റെ അവശതകൾ ഉണ്ടായാൽ, മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നിൽക്കാൻ കഴിയാതെ വന്നാൽ എന്നാലും ഈ നിൽക്കണം എന്ന് പറയൂല. അവിടെ നിനക്ക് മേൽ എന്തില്ല, നിർബന്ധിത സാഹചര്യമില്ല. നീ ഇരുന്നാലും മതി. ഇരിക്കാനും കഴിയില്ലെങ്കിൽ നീ കിടന്നാലും മതി. നോമ്പെടുക്കാൻ നിനക്ക് കഴിയില്ല, ആരോഗ്യാവസ്ഥ അനുവദിക്കുന്നില്ല എങ്കിൽ നീ അതിന് ബദൽ ചെയ്താൽ മതി. ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, ഈ പോണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായാലും പോണമെന്നായെങ്കിലോ. ഇനി ഹജ്ജിന് പോയാൽ തന്നെ ഇറാഖുവയിൽ പോലും നിർബന്ധമാണെങ്കിലോ, ആ കുന്നുമലയൊക്കെ കയറിയിട്ട് തന്നെ പോകണമെന്നാണെങ്കിലോ, ഇങ്ങനൊന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, കിലോമീറ്ററുകളോളം നഗ്നപാതരായി വേണം മലക്ക് പോകാൻ. അതാണ് കൂടുതൽ പുണ്യം എന്ന് വിചാരിക്കുന്നവർ. അപ്പൊ ടാറിലൂടെ, ചൂടുള്ള സ്ഥലത്തൂടെ ഒക്കെ കാലിൽ ചെരുപ്പൊന്നും ധരിക്കാതെ അങ്ങനെ നടന്നു പോയി ത്യാഗം സഹിച്ച്. പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെയല്ല. വാഹനത്തിൽ പോകാൻ കഴിയുന്നവർക്ക് വാഹനത്തിൽ പോകലാണ് അഫ്ദൽ എന്നാണ് ഹജ്ജ്. എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ വരികയാണ്. രണ്ട് നിലയിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന എന്ത് കാര്യം വന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ എളുപ്പമുള്ളതാണ് ചെയ്യുക എന്നാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് എന്താണ്? എളുപ്പമാണ്, പ്രയാസം അല്ല. യസ്സിറു വലാ തുഅസ്സിറു. അതുകൊണ്ട് നീ ജനങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കരുത്, എളുപ്പമുണ്ടാക്കണം. നമ്മൾ ചിലപ്പോ ചോദിക്കേണ്ട ചെയ്യാം, നിങ്ങളെല്ലാം എളുപ്പം നോക്കണ ആളല്ലേ, അതെന്തോ ഒരു മോശം മാതിരി. അങ്ങനല്ല, എളുപ്പമാണ് നോക്കേണ്ടത്, എളുപ്പമാണ് ചെയ്യേണ്ടത്, ആളുകൾക്കും എളുപ്പമാണ് ആക്കി കൊടുക്കേണ്ടത്, പ്രയാസപ്പെടുത്തരുത്. ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ ഓരോ വളവ് കളയുമ്പോൾ ഇങ്ങനെ ആക്കിയാൽ വാഹനം ഇറങ്ങാറാവൂലേ? ശരിക്കും നമ്മളെ സീറ്റ് ഒന്നല്ല, നമ്മൾക്ക് ഇവിടെ നാളെ കോഴിക്കോട് എത്തുന്ന വരെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ അവകാശമുള്ളൂ, പിന്നെ ഇറങ്ങിപ്പോണം. എന്നാലും അന്നേരം ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന്റെ സീറ്റാണ്. എന്നിട്ട് ഇങ്ങനെ പഞ്ചായത്തിന്റെ അടുത്ത് പാലം കിടന്ന് അങ്ങോട്ടൊന്നും വളവിലെത്തുമ്പോൾ ഇങ്ങനെ ആവൂലേ? അപ്പൊ ഒന്നിങ്ങനെ നീക്കി കൊടുത്താല് അയാൾ ഇറങ്ങാറാവും. അങ്ങനെ നീങ്ങരുത്. അങ്ങനെ വളവ് വരാനുണ്ടെങ്കിൽ കമ്പി പിടിച്ച് നമ്മൾ അയാളെ മേത്തേക്ക് ആവാതിരിക്കാൻ പരിശ്രമിച്ചിരിക്കണം. എന്നിട്ട് അയാൾക്ക് എളുപ്പം കൊടുക്കണം. അതേ ആശ്വാസത്തിൽ ഇരുന്നോട്ടെ. അവിടെ മുതൽ തുടങ്ങി ഫിഖ്ഹിയായ നിർബന്ധിതമായ ഇത്തരം കാര്യങ്ങളിലും സംഗതികളിലും എല്ലാം ഇത് നമ്മുടെ ഒരു ദീനിന്റെ അടിസ്ഥാന കാര്യമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ. അവർക്കുള്ളതാണ് മാ കസബത്, അവർ സമ്പാദിച്ചു. ഈ കസബത്ത് എന്ന് പറഞ്ഞാലും ഇക്തസബത്ത് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. പക്ഷെ ലഹാ മാ കസബത്ത് എന്ന് പറഞ്ഞാൽ സൽഫലങ്ങൾ,
അലൈഹ മക്തസബത്ത് എന്ന് പറഞ്ഞാൽ ദുഷ്ഫലങ്ങൾ. കാരണം അലൈഹ എന്നൊരു പ്രയോഗം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ സമ്പാദിച്ചതിന്റെ സൽഫലങ്ങളും അവർ സമ്പാദിച്ചതിന്റെ ദുഷ്ഫലങ്ങളും ഒക്കെ എന്താണ്? അവർക്ക് തന്നെയാണ്. റബ്ബന, ഇനി കുറെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ നാഥ, ലാ തുആഖിദ്നാ, ഞങ്ങളെ പിടികൂടരുതേ. ഇൻ നസീന, നസിയ മറന്നു, ഇൻ നസീന ഞങ്ങൾ മറന്നാൽ ഞങ്ങളെ ഈ പിടികൂടരുതേ. അൽ ബഖറയാണ് പഠിച്ചത്. കുറെ നിയമങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഒരുക്കമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് മറന്നുപോയാല് നീ ഞങ്ങൾ അതിന്റെ പേരിൽ പിടികൂടരുതേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് അള്ളാഹ് തന്നെ പറഞ്ഞു തരാണ് നമ്മളോട്. പറഞ്ഞോളെ, അതിന്റെ ഒരു സൗന്ദര്യം എത്രയാണ്! അള്ളാഹ് തന്നെ പറഞ്ഞു തരാണ് നമ്മൾക്ക്. ഖുർആൻ അള്ളാന്റെ വാക്കല്ലേ. ഔ അഖ്തഅന, ഇനി അതല്ല ഞങ്ങൾക്ക് പിഴച്ചു പോയാൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ബഖറയിലേക്ക് കടന്നത്. എന്നാലും ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ പിഴച്ചു പോയാൽ, ഖത്അ എന്ന് പറയുന്നത് ബോധത്തിലല്ലാതെ ചെയ്യുന്ന തെറ്റാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റ് സംഭവിച്ചു പോകുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അറിയാണ്ട് പറ്റിപ്പോണതാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാൽ റബ്ബന, ഞങ്ങളുടെ നാഥ, വലാ തഹ്മിൽ അലൈനാ ഇസ്റാ, നീ ഞങ്ങളെ വലിയ ഭാരം വഹിപ്പിക്കരുതേ. കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നീ ഭാരം വഹിപ്പിച്ചതുപോലെ. ഓരോട് പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ ഓല് വെച്ച് എന്താന്നറോ അങ്ങനെ വേണ്ടി എന്താക്കണം അങ്ങനെ ചോദിച്ചിട്ട് അവരവസാനം വലിയ ഭാരം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കിട്ടാൻ തന്നെ ഇല്ലാണ്ടായി അല്ലേ, നമ്മളൊക്കെ പഠിച്ചില്ലേ. അപ്പോ ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക്, അത്തരം ആളുകളുടെ മേലൊക്കെ പല സമൂഹത്തിന് മേലെ നീ വലിയ ഭാരം വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞങ്ങളുടെ മേൽ നീ വെച്ചു തരരുതേ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിവില്ലാത്തത് നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ പടച്ചോനെ. രോഗമാണെങ്കിലും വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും വലിയ ത്യാഗം ആവശ്യമുള്ള സംഗതി ആണെങ്കിലും ഇതൊക്കെ അള്ളാഹ് നമുക്ക് തരും. ചിലപ്പോൾ ആ നമുക്ക് വഹിക്കാൻ കഴിവുണ്ടെന്നുള്ള ആൾക്കാരുന്നുണ്ട്. നമ്മളത് സ്വീകരിക്കണം. നമ്മൾ അള്ളാഹുവിനോട് അതിനൊക്കെ നന്ദി കാണിക്കണം. നമ്മളതൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. എന്നെ കൊണ്ടാവൂല, ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ എന്നൊന്നും പറയരുത്. അപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് തന്നാൽ അത് സ്വീകരിക്കണം. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ എനിക്ക് വഹിക്കാൻ കഴിയാത്തത് അത്തരം സംഗതികളൊന്നും നീ എന്നെ വഹിപ്പിക്കരുതേ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു തരയണമേ. വഗ്ഫിർ ലനാ, ഞങ്ങളോട് നീ പൊറുത്തു തരയണമേ. കടൽ തീരത്ത് പോയിട്ട് നമ്മൾ മണലിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയാല് പിന്നെ തിരമാല വന്നിട്ടത് മായ്ച്ചു പോകും അല്ലേ? അല്ലെങ്കിൽ മണൽക്കാട്ടിൽ മരുഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തി വെച്ചാൽ ഒരു കാറ്റടിച്ചാല് അതൊക്കെ മാഞ്ഞു പോകും. പിന്നെ അവിടെ അങ്ങനെ ഒരു എഴുതിയ സംഭവം തന്നെ ഉണ്ടാവൂല. ഇതുപോലെയാണ് അഫു എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ തരാറ് വന്നു പോയാൽ അത് അള്ളാഹു എന്ത് ചെയ്യാണ്? മായ്ച്ചു കളയുകയാണ്. മായ്ച്ചു തരയണമേ. അത് നമുക്ക് മനസ്സിലാവണോ? എത്ര എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റ് പറ്റിപ്പോയിക്കുകയാണെങ്കിൽ പിന്നെ ഓനെങ്ങനെ കാണുമ്പോ എന്നാലും ഈ അന്ന് അങ്ങനെ ചെയ്തോനല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കരുത്. കാരണം അയാൾ അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങി നന്നായിട്ടുണ്ടാവും. അപ്പൊ നന്നായതിന്റെ ശേഷം പിന്നെ നമ്മൾ വിടൂല. അന്നേ അങ്ങനെയാണ്, മോനെ പറയണോ, അവന്റെ വാപ്പ എങ്ങനെയാണ്, അയാൾ അതിനെക്കാട്ട് കഴിഞ്ഞു, ഇങ്ങനെ നമ്മൾ വിടൂല. ഒരു മനുഷ്യൻ അങ്ങനെ വിടരാതിരിക്കരുത്, മാഞ്ഞു പോകണം. പിന്നെ ആ ഒരു എഴുത്ത് അവിടെ, അടയാളം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള നിലയിലാണ് അഫു എന്ന് പറയുന്നത്. വഅഫു അന്നാ വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ. വർഹംനാ, ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ. അൻത മൗലാനാ, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. ഫൻസുർന, അതിനാൽ നീ ഞങ്ങളെ സഹായിക്കണമേ.
അലൽ ഖൗമിൽ കാഫിരീൻ, നിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണം. ആരാണ് നിഷേധി, ആരാണ് മുനാഫിക്ക്, ആരാണ് മുത്തഖി എന്നൊക്കെ സൂറത്തുൽ ബഖറയിൽ നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിലൊന്നും അവ്യക്തതകളില്ല. മൗലാന എന്നിവിടെ പറഞ്ഞതിലെ കുറിച്ച് ചെറിയ ഒരു സംഗതി ഉണ്ടാവും. ആളുകൾ സാധാരണ മൗലാന എന്ന് മനുഷ്യന്മാരെ കുറിച്ച് പറയാറുണ്ട്. മൗലാന അബുൽ ഹസൻ അലി നദ്വി എന്നൊക്കെ പറയാറില്ലേ മൗലാന. പ്രത്യേകിച്ച് ഉത്തരേന്ത്യക്കാരൊക്കെ മൗലാന എന്ന് സാധാരണ പ്രയോഗിക്കും. അപ്പൊ നമ്മളവിടെ പറയണം അന്ത മൗലാന, അള്ളാഹു നീയാണ് ഞങ്ങളുടെ മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. പിന്നെ ഇങ്ങനെ മനുഷ്യന്മാരോട് മൗലാന എന്ന് പറയുന്നത് അത് ഉറുദു ആണ്, അതിന്റെ അർത്ഥം അതല്ല. പക്ഷെ അതിന്റെ അകത്ത് ഈ അർത്ഥം ഉണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ മൗല എന്ന് പറഞ്ഞാൽ രക്ഷ, മൗല എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് മൗല. മൗലവി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആർക്കെങ്കിലും? മൗലവി എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിൽ ഇമാം വെക്കുന്ന ആളെന്നാ, ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളെന്നാ, അധ്യാപകൻ എന്നാ. മൗലവി എന്ന് പറഞ്ഞാൽ ശരിക്കും രക്ഷകന്റെ ആള് എന്നാണ്. രക്ഷകന്റെ ആൾ, മൗലവി രക്ഷകന്റെ ആൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആളെന്നാണ്. അങ്ങനെ തന്നെയാണോ? അല്ല മൗലവി അത് വേറെ വിഷയം. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അള്ളാഹി എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം. അപ്പോ അങ്ങനെ മൗലവി എന്ന് പറഞ്ഞതിന്റെ ശേഷം മൗലവി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മൗലവി, അതായത് രക്ഷകന്റെ ആളായ ഞങ്ങളുടെ ആള്. ഇതിനെ ഒന്നിച്ച് ഉറുദുവിൽ പറയുമ്പോഴാണ് മൗലാന എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളായ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് എന്നാണ് അതിന്റെ അർത്ഥം മൗലാന. അല്ലാണ്ട് ഇവിടെ അള്ളാഹിനോട് നീയാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് പറയുന്ന അർത്ഥത്തിലല്ല. അവിടെ വ്യക്തികളെ മൗലാന എന്ന് വിളിക്കുന്നു. മൗലാന എന്ന് പറയുന്നത് പൊതുവിൽ ഉറുദുക്കാരായ ആൾക്കാര് അത്യാവശ്യം ബഹുമാനമുള്ള എല്ലാവരും വിളിക്കുന്ന ഒരു പേരാണ് മൗലാന എന്ന് വിളിക്കും. ഈ മൗലാന എന്ന് വിളിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷകനായ അള്ളാഹുവിന്റെ അടുത്ത ആൾ മൗലവി, ഞങ്ങളുടെ അടുത്ത ആൾ. അപ്പൊ അള്ളാഹിനോട് അടുത്ത ഞങ്ങളുടെ അടുത്ത ആൾ എന്ന അർത്ഥത്തിലാണ് മൗലാന എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ ഒരു ഉപചാര വാക്ക് എന്ന നിലക്ക് തുടങ്ങിയതാണ്. പിന്നെ അപ്പൊ അത് വിളിക്കപ്പെടുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് ഇതിന് ബാധകമായ കാര്യമല്ല. നമ്മൾ തന്നെ ഇപ്പൊ മൗലവി മൗലവി എത്ര ആൾക്കാരെ വിളിച്ചുപോയി, നമുക്കിപ്പോഴാണ് മൗലവി എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്, ആ അർത്ഥം അതിന് കാണേണ്ടേ ഉള്ളൂ. പിന്നെ മൗലവി എന്ന് പറയുന്ന ഒരു ഡിഗ്രിന്റെ പേരായി മൗലവി അല്ലെ, ഫാസ്റ്റ് ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയും ആ പേര് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ മുസലിയാർ എന്നുള്ള വിളി വന്നത് എങ്ങനെയാണെന്ന്? ഹാജിയാർ, ഹജ്ജ് ചെയ്യുന്ന ആള് ഹാജിയാർ. യാർ എന്ന് പറയുന്ന ഒരു ബഹുമാനം. മുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന ആള്, മുസല്ലിയാർ എന്ന് പറഞ്ഞാല് നിസ്കരിക്കുന്ന ആളെ ബഹുമാനത്തോടെ വിളിച്ചതാണ്. കാരണം അന്ന് അവരെ നിസ്കരിക്കലുള്ളൂ. സാധാരണ മനുഷ്യന്മാര് പെരുന്നാളൊക്കെ പള്ളിയിൽ പോയല്ലേ, അതുകൊണ്ട് എല്ലാ ഭക്തും നിസ്കരിക്കണം മുസ്ലിയാരായതാണ് സഖി. പക്ഷെ പിന്നീട് അതിനൊരു അർത്ഥം മാറി. ഇപ്പൊ പിന്നെ അത് വേറൊരു നിലക്കാണ് പ്രയോഗിക്കുന്നത് അവിടെ. അപ്പോ കഴിഞ്ഞു അൽ ബഖറ. ആണ് അലൽ വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഇവിടെ പുറത്തു തരാനും വിട്ടുവീഴ്ച ചെയ്യാനും പറഞ്ഞങ്ങ് തീർക്കുന്നില്ല. കാരണം നമ്മൾ ഇവിടുന്ന് മടങ്ങി പോവല്ലേ ചെയ്യുന്നത്, നമ്മൾ സത്യനിഷേധികൾക്കെതിരായ പോരാട്ടത്തിലാണ്. അതുകൊണ്ടാണ് സത്യനിഷേധികൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതുവരെ പഠിച്ച അൽ ബഖറ അതങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ഒന്ന് ചുരുക്കി ആറ്റിക്കുറുക്കി സമഗ്രമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. മൊത്തത്തിൽ കൂടിയിട്ടുള്ള ഒരു സാധനം
അത് മാന്യ മഹാജനങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കോളൂ. അന്നേരം നമുക്കത് പറയാൻ അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു അവന്റെ കലാമിൽ നിന്ന്, ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.